ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ജെറ്റ് എഞ്ചിനായിരുന്നു ഈ കാവേരി ടെർബോ ഫാൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതിപ്പോൾ തിരിച്ചു വരികയാണ് 18 വർഷങ്ങൾക്ക് ശേഷം. അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ്. DRDOനോട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ കാവേരി പ്രൊജക്റ്റ് പരാജയപ്പെടാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് അതിനെ ഇപ്പോൾ തിരിച്ചെടുക്കാൻ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ അഭിമാനമായ ഒരു പദ്ധതിയായിരുന്നു കാവേരി ടർബോഫാൻ ജെറ്റ് എഞ്ചിൻ. ഏതാണ്ട് 1980കളുടെ മധ്യത്തിൽ ആശയം മുന്നോട്ട് വന്ന, പിന്നീട് പതുക്കെ അതിന്റെ പ്രവർത്തനം തുടങ്ങിയ എഞ്ചിന് ഒരു 4-5 വർഷം മുമ്പ് അത് ആ പ്രോജക്റ്റ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അതിന്റെ കാരണം ആ എഞ്ചിൻ നിന്നും പ്രതീക്ഷിച്ച ത്രസ്റ്റ് ശക്തി ഉൽപ്പാദിപ്പിക്കാൻ ആ എഞ്ചിന് കഴിഞ്ഞില്ല. അതൊരു 84 കിലോന്യൂട്ടൺ ലെവലിലുള്ള ഒരു ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച്. പക്ഷേ ആ എഞ്ചിന് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ ഉൽപ്പാദിപ്പിച്ച പരമാവധി ത്രസ്റ്റ് എന്നത് 72 കിലോന്യൂട്ടൺ മാത്രമായിരുന്നു. അതിനെ തുടർന്നാണ് ആ എഞ്ചിൻ പ്രോജക്റ്റ് പിന്നീട് സർക്കാർ ഉപേക്ഷിക്കുന്നത്. ഒരു 3000 കോടി രൂപയിലധികം ചെലവഴിച്ച ഒരു പ്രോജക്റ്റാണത്. ആ പ്രോജക്റ്റ് അങ്ങനെ വേണ്ടെന്ന് വെച്ചു. പിന്നീട് മറ്റൊരു തീരുമാനം ഉണ്ടായി. അതിന്റെ ഡ്രൈ എഞ്ചിൻ എന്ന് പറയുന്ന, അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാത്ത അതിന്റെ വെർഷൻ കാവേരി ഡെറിവേറ്റീവ് എന്ന പേരിൽ പിന്നീട് അത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ഒരു ഹെവി ഡ്രോൺ ഉണ്ട്, അതിന് ഘാതക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ ഘാതക് ഡ്രോണില് 15 ടണ്ണോളം ഭാരമുള്ള ഒരു വിമാനം പോലുള്ള ഒരു ഡ്രോണാണ്. ആ ഡ്രോണിൽ ഇത് ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് പരാജയപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ മുൻ വൈസ് അഡ്മിറൽ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേര് രമൺ പുരി എന്നാണ്. ആ രമൺ പുരി ഇന്ത്യയുടെ ഒരു പ്രമുഖ മാധ്യമവുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു എഞ്ചിൻ വികസിപ്പിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചിലത് ആവശ്യമുണ്ട്. ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്ന ഘട്ടത്തിൽ നിരവധി തവണ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിന്റെ ഒരു പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ആ പോരായ്മകൾ പിന്നീട് പരിഹരിച്ച് വീണ്ടും പരീക്ഷണം നടത്തി, അങ്ങനെയാണ് ഒരു ജെറ്റ് എഞ്ചിൻ പൂർണ്ണതയിലെത്തുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പരീക്ഷണം നടത്താനുള്ള സംവിധാനങ്ങൾ പലതും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ച് ആണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി വേണം. അത് എന്തെന്നാൽ, ഒരു എഞ്ചിൻ എപ്പോഴും ആകാശത്തിലെ ഒരു 10-30,000 40,000-ഓളം അടി ഉയരത്തിലാണ് ഒരു ഫൈറ്റർ ജെറ്റ് എപ്പോഴും പറക്കുന്നത്. ഈ 40,000 അടി ഉയരത്തിൽ ഭൂമിയിലെ മർദ്ദം വ്യത്യസ്തപ്പെട്ടിരിക്കും, ഓക്സിജന്റെ അവൈലബിലിറ്റി വ്യത്യസ്തമായിരിക്കും. അത്തരം ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ ഒരു ജെറ്റ് എഞ്ചിന്റെ ടെസ്റ്റ് നടത്തേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇന്ത്യയിൽ ഇല്ലാതിരുന്ന കാരണം ഓരോ തവണയും ടെസ്റ്റ് നടത്താനായിട്ട് ഇത് റഷ്യയിലോട്ട് കൊണ്ടുപോയി. റഷ്യക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ റഷ്യയിൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ആണെങ്കിലോ, അവിടെ ഒരുപാട് എഞ്ചിനുകൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് റഷ്യയുടെ സ്വന്തം എഞ്ചിനുകളുണ്ട്, റഷ്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിർമ്മിച്ച എഞ്ചിനുകളുടെ കാര്യമുണ്ട്. അങ്ങനെ പല തരം തിരക്കുകൾ അവിടെ ഉണ്ട്. ഇത് കാരണം ഈ എഞ്ചിൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ പലപ്പോഴും ടെസ്റ്റിങ്ങിനുള്ള കാലതാമസം നേരിടും. എന്നിട്ട് അവിടുന്ന് ഒരു തവണ ടെസ്റ്റ് ചെയ്ത് അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്ന് ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും അവിടെ കൊണ്ടുപോകും. ഇതൊരു ദൈർഘ്യമേറിയ ഒരു പ്രോസസ്സാണ്, ഒരു പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും ഇത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇന്ത്യയിലെല്ലാം നിയന്ത്രിക്കുന്ന IAS ലോബിയാണ്. ആ ബ്യൂറോക്രസി ഇത് മറ്റു രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തു. അത് കേന്ദ്രത്തിലെ രാഷ്ട്രീയ നേതൃത്വം അത് വിശ്വസിച്ചു.
അതായത് എഞ്ചിനീയറിംഗ് ഫോൾട്ടുകളല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫോൾട്ടുകളാണ് ഈ എഞ്ചിനെ പൂർണ്ണതയിൽ എത്തിക്കാതിരുന്നതെന്നാണ് രമൺ പുരി പറയുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് ഈ എഞ്ചിന് ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഉദ്ദേശിച്ച ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു 48-50 കിലോ ന്യൂട്ടന്റെ ഡ്രൈ ത്രസ്റ്റ്, അതായത് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാത്ത ഒരു ത്രസ്റ്റ് 48-50 കിലോ ന്യൂട്ടൺ വരെ ഉൽപ്പാദിപ്പിക്കേണ്ടത് 47 കിലോ ന്യൂട്ടൺ വരെ ഇത് ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. അപ്പൊ അതായത് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഡ്രൈ ത്രസ്റ്റിന്റെ കാര്യത്തിൽ ലക്ഷ്യം നേടിയിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ ആഫ്റ്റർ ബേണറുകളുടെ കാര്യത്തിലായിരുന്നു പ്രതിസന്ധി. ഈ 50 കിലോ ന്യൂട്ടൺ എന്നത് നിസ്സാരമായിട്ട് ഇത് ഇപ്പൊ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ നമുക്ക് രമൺ പുരിയെ വിശ്വാസത്തിലെടുക്കാം. കാരണം ഇപ്പൊ ഇത് കാവേരി 2.0 എന്ന രാജ്നാഥ് സിംഗിന്റെ ഇടപെടലിനെ തുടർന്ന് ഇത് പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെ കാവേരി 2.0 എന്ന ഈ എഞ്ചിന് ഇപ്പോ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരിയിലാണ്, ഈ വർഷം ഫെബ്രുവരിയിൽ അതിന്റെ ടെസ്റ്റ് നടന്നപ്പോൾ 50 കിലോ ന്യൂട്ടൺ എന്ന ലക്ഷ്യം ഇത് അച്ചീവ് ചെയ്തിരുന്നു. അപ്പോ അക്കാര്യത്തില് ഈ രമൺ പുരി പറയുന്ന എഞ്ചിന് ആഫ്റ്റർ ബേണർ എന്ന സംവിധാനം ഉപയോഗിക്കാതെ ഒറിജിനൽ എഞ്ചിൻ മാത്രമായിട്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ ലക്ഷ്യത്തിൽ പണ്ടും എത്തിയിരുന്നു, അതിന്റെ അടുത്തെത്തിയിരുന്നു, ഇപ്പൊ അത് പൂർണ്ണമായിട്ട് എത്തി. പിന്നെ ഇത് സാധ്യമായത് ബ്രഹ്മോസിലെ എഞ്ചിനീയർമാരുടെ സഹായത്തോടു കൂടിയാണ്. അവര് ഇപ്പോൾ ഒരു ആഫ്റ്റർ ബേണർ ഡിസൈൻ ചെയ്യുക. അത് ആ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചാൽ 83 തൊട്ട് 85 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താ ചോദിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ഇത് പുതുതായിട്ട് ഇത് റിവൈവ് ചെയ്യുന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വാർത്ത. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണല്ലോ സാർ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് കാലയളവിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ പറ്റും? അത്തരത്തിലുള്ളൊരു വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അത് 2030 ശേഷം ഈ എഞ്ചിൻ പൂർണ്ണതയിൽ എത്തുമെന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനിപ്പോ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ എഞ്ചിൻ പരാജയപ്പെടാനുള്ള കാരണമാണ്. അപ്പോ ഈ പരാജയപ്പെടാനുള്ള ഒരു മുഖ്യമായിട്ടുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അപ്പൊ എഞ്ചിന് പരാജയമൊന്നും ഇല്ലായിരുന്നു. എഞ്ചിൻ യഥാർത്ഥത്തിൽ വിജയിക്കുക തന്നെ ചെയ്തിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഇത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത്. ആഫ്റ്റർ ബേണർ ഡിസൈൻ ചെയ്യുന്നതിൽ DRDOയുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ബ്രഹ്മോസ് കമ്പനിയിലെ, അത് ഇന്ത്യ റഷ്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്, അവരത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ വീണ്ടും ടെസ്റ്റ് ഫെസിലിറ്റികളിലേക്ക് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ, അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ഫെസിലിറ്റിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ. അത് പൂർണ്ണ രീതിയിൽ അതിന്റെ പരീക്ഷണം തുടങ്ങിയിട്ടില്ല, എങ്കിലും അത് മിക്കവാറും അത് പൂർത്തീകരിച്ചു. രണ്ടാമത്തേത്, നമ്മൾ ഇപ്പൊ ഈ ജോലി വിഭജിച്ച് നൽകി. അതായത് DRDO ഇതിന്റെ സാങ്കേതിക വിദ്യ പൂർണ്ണതയിലെത്തിക്കുമ്പോൾ അതിന്റെ പരീക്ഷണ ഘട്ടം ഗോദ്രേജ് എയറോസ്പേസിന് കൈമാറി. അങ്ങനെ ഗോദ്രേജ് എയറോസ്പേസ് ആണ് ഇപ്പൊ ഈ പരീക്ഷണം നടത്തുന്നത്. ഗോദ്രേജ് എയറോസ്പേസ് ഈ പരീക്ഷണം നടത്തുമ്പോൾ അവര് മറ്റൊരു രീതി ഇപ്പൊ അവലംബിക്കാൻ തുടങ്ങി. അതായത് ഇവരതിന്റെ ഒരു കമ്പ്യൂട്ടർ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൽ സിമുലേഷൻ നടത്തിയിട്ടാണ് ഇപ്പൊ പരീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് അതിൽ റീക്രിയേറ്റ് ചെയ്യും. ഒറിജിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് ഇത് പോകുന്നതിന് മുമ്പ് ഈ എഞ്ചിൻ പലവട്ടം 1000-ഓളം തവണ സിമുലേഷനിലൂടെ ടെസ്റ്റ്. ഒരിക്കലും നമുക്ക് ഒറിജിനൽ ടെസ്റ്റിൽ അത് സാധ്യമാവില്ല. 1000 തവണയൊന്നും ടെസ്റ്റ് നടത്താനുള്ള സമയവും അതിന്റെ റിസോഴ്സസും നമുക്കില്ല. പക്ഷെ കമ്പ്യൂട്ടർ വഴി, സിമുലേഷൻ വഴി നടത്തുമ്പോൾ അതെല്ലാം സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള ടെക്നോളജിയിലേക്ക് കാലം മാറിയിരിക്കുന്നു. അതിന്റെ ഒരു മെച്ചം ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കാവേരി എഞ്ചിൻ വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് ഉപേക്ഷിക്കുമ്പോൾ ആദ്യം പരിഗണിച്ചിരുന്നത്, ആദ്യം തന്നെ കാവേരി എഞ്ചിൻ 2004 തന്നെ കാവേരി എഞ്ചിൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയമുണ്ടായി. അന്ന് റോൾസ് റോയ്സ് നിർമ്മിക്കുന്ന യൂറോജെറ്റ് EJ200 എന്ന എഞ്ചിനാണ് ആദ്യം പരിഗണിച്ചത്. പിന്നീട് ആ റോൾസ് റോയ്സിന്റെ EJ200 വേണ്ടെന്ന് വെച്ചിട്ടാണ് അമേരിക്കയുടെ F404 എഞ്ചിനിലേക്ക് നമ്മൾ തീരുമാനിച്ചത്.
അവിടെ ആ തീരുമാനം എടുത്തത് ആരാണ്? ആ തീരുമാനമാണ് പിഴച്ച തീരുമാനമായത്. ആ തീരുമാനമാണ് ഇന്ന് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് 1 ഇതുവരെ വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റാതിരുന്നത്. ആ തീരുമാനത്തിന്റെ കുഴപ്പം കൊണ്ടാണ് 2023 ഇന്ത്യക്ക് എഞ്ചിനുകൾ നൽകി തുടങ്ങും. ആ വർഷം 2023 ഏതാണ്ട് 12 എഞ്ചിൻ ഇന്ത്യക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ജി കരാറിൽ ഏർപ്പെട്ടപ്പോൾ അവർ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. 2026 ഇപ്പോ ജൂലൈ ആണ്. ഈ 2026 ജൂലൈ വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന വെറും 7 എഞ്ചിനാണ്. 70ഓളം എഞ്ചിനുകൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് കൈമാറേണ്ടിയിരുന്നതാണ്. EJ-200 എഞ്ചിൻ ആയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി നടന്നേനെ. അപ്പോൾ EJ എഞ്ചിൻ വേണ്ട എന്ന് 2004 തീരുമാനിച്ചത് ആരാണ്? അതിനുശേഷം 2007 ഈ ജിയുമായിട്ട് പ്രാഥമിക ചർച്ചകളും കരാറിലും ഒക്കെ എത്തിച്ചേർന്ന ആരാണ്? 2017 തോന്നുന്നു പൂർണ്ണമായ കരാറിലെത്തിയത്. 2024 അവർക്ക് ഏതാണ്ട് 10,000 കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ആരാണ് ഇതിനകത്ത് ചെയ്തത്? ഇതിൽ പ്രതിരോധ വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥന്മാര്, പ്രതിരോധ വകുപ്പിലെ ചില ആൾക്കാർക്കും ഇതിൽ പങ്കുണ്ടായെന്നാണ് ഈ ഇന്റർവ്യൂ മാധ്യമങ്ങളിൽ വന്നതിൽ നിന്നും ഇപ്പോഴത്തെ മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നു. അത് നമുക്ക് വിശദമായിട്ട് വേറൊരു ചർച്ച നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വേണ്ട രീതിയിൽ അവധാനതയോടുകൂടി കൃത്യമായി കാര്യക്ഷമത ഉറപ്പാക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് ഇപ്പോഴിരിക്കുന്ന സർക്കാർ മാത്രമല്ല, യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുത്തത് പഴയ UPA സർക്കാരിന്റെ കാലത്താണ്. പക്ഷെ അതൊന്നും തിരുത്താനും അതൊന്നും വേണ്ട രീതിയിൽ ഭാവിയിൽ ഇപ്പം വീണ്ടും കരാറിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും ഇതേ കമ്പനിയെ തന്നെ ആശ്രയിക്കാനുള്ള തീരുമാനം. അതായത് ഈ F404 IN-20 എന്ന് പറയുന്ന എഞ്ചിൻ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ EJ-200 യൂറോജെറ്റ് EJ-200 എഞ്ചിൻ വേണ്ടെന്ന് വെച്ച F404 IN-20 വേണമെന്ന് തീരുമാനിച്ച നമ്മള് അവിടം കൊണ്ട് നിർത്താതെ നമ്മുടെ അടുത്ത പ്രോജക്റ്റിന് F414 എന്ന മറ്റൊരു എഞ്ചിനും ഇതേ ജിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അത് ഈ സർക്കാരിന്റെ കാലത്ത്. അപ്പൊ അതായത് ഞാൻ നോക്കിയിട്ട് ഇവിടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിൽ ദൗർഭാഗ്യവശാൽ അത് ഒരു കാരണവശാലും ഒരു സത്യസന്ധമായ രീതിയിൽ സുതാര്യത ഉറപ്പാക്കിയിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനം കൊണ്ടുവരാൻ ആർക്കും പറ്റിയില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തിരുന്ന അതേ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നോ എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കണം. വിമാന പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഇനി എന്ന് ഈ വിമാനം വ്യോമസേനയ്ക്ക് കൈമാറും? ഈ കൈമാറിയാൽ തന്നെ എന്തെല്ലാം കുഴപ്പങ്ങൾ അതിലുണ്ട്. ഇനി ഇതിനകത്തിലൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കിട്ടിയതുകൊണ്ടത് മാത്രം കാര്യമായില്ല. കാരണം ഭാവിയിൽ ഒരുപാട് സ്പെയർ പാർട്സിന് അവരെ ആശ്രയിക്കേണ്ടത്, അതുപോലെ കൺട്രോൾ സിസ്റ്റം, മറ്റു ടെക്നോളജികൾ, ഇതൊക്കെ തന്നെ സ്പെയറുകൾ, അതെല്ലാത്തിനും അവരെ ആശ്രയിക്കേണ്ടി വരും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോ ഈ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് പോയത്, അത് ആനമണ്ടത്തരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ ഭാവി തലമുറകളെ കൂടെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോ എന്തായാലും ശരി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടിട്ട് കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. ഇപ്പോഴത് കുറച്ച് രഹസ്യ സ്വഭാവത്തിലാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഗൗതം എന്നോടൊരു ചോദ്യം ഇടയ്ക്ക് ചോദിച്ചു, ഞാനതിന് പിന്നീട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് എന്ന് ഈ പ്രോജക്റ്റ്, ഈ എഞ്ചിൻ വിമാനത്തിൽ ഘടിപ്പിക്കാൻ പാകത്തിലാകും എന്നുള്ള ചോദ്യത്തിന് അതിന്റെ മറുപടി 2030 തുടക്കത്തിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ മനഃപൂർവ്വമായിരിക്കാം അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഒരുപാട് വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. ഈ പദ്ധതി അതിന്റെ ശരിയായ ഒരു അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് ഇപ്പോൾ വീണ്ടും തിരികെ അത് പുനരുജ്ജീവിപ്പിച്ചു, തിരികെ വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളിൽ അത് അത്രയധികം ഒന്നും പ്രതിഫലിക്കുന്നില്ല, വാർത്താ സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും അത് പുറത്തുവിടുന്നില്ല. പക്ഷേ കാവേരി എഞ്ചിൻ വീണ്ടും തിരികെ വരികയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു എഞ്ചിൻ എന്നത് അത് ഒരിക്കൽ തന്നു കഴിഞ്ഞാൽ തീരുന്നതല്ല ആ കമ്പനിയും കസ്റ്റമറുമായിട്ടുള്ള ബന്ധം. കാരണം അതിന് പലപ്പോഴും MRO എന്ന് പറയുന്ന ഒരു കാര്യമാണ്, അത് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ. ആ ഘട്ടങ്ങൾ, ഈ എഞ്ചിൻ ഇത്രായിരം മണിക്കൂർ, ഇപ്പം ഒരു 3000 മണിക്കൂർ അല്ലെങ്കിൽ 4000 മണിക്കൂർ തുടർച്ചയായിട്ട് ഈ എഞ്ചിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും.
അപ്പൊ അതിന് റിപ്പയർ വേണ്ടി വരും, ചില ഘട്ടത്തിൽ ഓവർഹോളിംഗ് തന്നെ വേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ഒരു കരാറ് ഈ കമ്പനിയുമായിട്ട് തന്നെ ആയിരിക്കും. അവർക്ക് ആ കരാറ് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇത് കാരണം ഒരിക്കൽ ചതിച്ചവന് വീണ്ടും ചതിക്കത്തില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അമേരിക്കൻ കമ്പനിയായ ജി എഞ്ചിൻ തരാൻ തന്നെ അവന് വൈകിക്കും. തന്നു കഴിഞ്ഞ് കാശ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സാധനം തരാതെ കടക്കാരന് പിന്നീട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ വിധം എന്തായിരിക്കും? അപ്പോ മൊത്തത്തിൽ ഇത് ഒരു അപകട ഘട്ടത്തിലേക്ക് ഈ പ്രോജക്റ്റിനെ മാറ്റി. പിന്നെ ഇന്ത്യ ഈ മേഖലയിൽ കുറെ കാര്യങ്ങൾ മുന്നേറിയിട്ടുണ്ട്. ഇപ്പം ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിലെ പ്രധാന ഘടകമാണ് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് എന്ന് പറയും. അതായത് ഈ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ആണ്. ഒരു എഞ്ചിന് ബ്ലേഡുകളുണ്ട്, മുൻപിലെ കംപ്രസറിന്റെ ഭാഗത്ത്, അതുപോലെ എക്സോസ്റ്റിന്റെ ഭാഗത്ത്. ഇത് എക്സോസ്റ്റിന്റെ ഭാഗത്തുള്ള ഇതിന്റെ ബ്ലേഡുകൾ അല്ലെങ്കിൽ ഈ ഇലകൾ, നമ്മളിപ്പോ ഒരു ഫാനിന്റെ ഇല എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഇലകൾ സ്വാഭാവികമായിട്ടും വലിയ ചൂട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു 1300 ഡിഗ്രി ഒക്കെ ചൂടുണ്ടാവും. സാധാരണ മെറ്റലൊക്കെ അവിടെ ഉരുകിപ്പോകും. അവിടെയാണ് ഈ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അത് ഈ ഒരു ബ്ലേഡ് ഒരിക്കലും സംയോജിപ്പിക്കുന്നതല്ല, ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ മാത്രമേ അത് ഈ ചൂടിനെ അതിജീവിക്കൂ. ആ ടെക്നോളജി ഇന്ത്യ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യക്ക് സ്വായത്തമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്നൊരു സംവിധാനം, അത് ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അതായത് എഞ്ചിൻ ഒരിക്കലും മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ചല്ല എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ആ ഓപ്റ്റിമം കണ്ടീഷൻസ്, ഓപ്റ്റിമം രീതിയിൽ ഒരു ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരു അത് കംപ്ലീറ്റ്ലി അത് സോഫ്റ്റ്വെയറിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ സംവിധാനത്തിനാണ് ഈ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ അതൊക്കെ തന്നെ ഇപ്പൊ ഒരു പരിധിവരെ ഇന്ത്യ സ്വായത്തമാക്കി കഴിഞ്ഞു. സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ഇവിടെ ഉണ്ടാക്കി, അതുപോലെ തന്നെ അലോയികള് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ എഞ്ചിൻ കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, ഫ്ലീറ്റ് റെഡിനെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതായത് ഈ വിമാനങ്ങൾ എപ്പോഴും യുദ്ധസന്നദ്ധമായിട്ട് നിൽക്കണം. ആ ഫ്ലീറ്റ് റെഡിനെസ് ഉറപ്പാക്കാനുള്ള സ്പെയർ പാർട്ടുകൾ, സോഫ്റ്റ്വെയർ, എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം, അതുപോലെ ടെക്നോളജികൾ, ഇതൊന്നും വേണ്ട സമയത്ത് നമുക്ക് നൽകും എന്നൊന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല. എന്തായാലും ശരി, ഇപ്പോ കാവേരി എഞ്ചിൻ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ച എന്തായാലും നല്ല ഒരു തീരുമാനമാണ്. ഇപ്പോഴുള്ളത് വെറും 72 കിലോ ന്യൂട്ടനുള്ള ആഫ്റ്റർ ബർണർ ഉള്ള എഞ്ചിനാണ്. അതുപോലും ഒരു തേജസ് വിമാനത്തിൽ ഘടിപ്പിച്ചിട്ട് അതുപോലും നമ്മൾ ആ വിമാനം പറത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പുതിയ ഒരു ആശയം, ഒരേ സമയം 2-3 തരം എഞ്ചിൻ ഡെറിവേറ്റീവ്സിലാണ് വർക്ക് ചെയ്യേണ്ടത്. 90 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ, അതുപോലെ 98-100 കിലോ ന്യൂട്ടൺ പരിധിയിലുള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, 120 തൊട്ട് 140 കിലോമീറ്റർ വരെ ആഫ്റ്റർ ബർണർ ഉപയോഗിച്ച ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ, ഇങ്ങനെ പലതരത്തിലുള്ള എഞ്ചിനുകളുടെ പല ഡെറിവേറ്റീവ്സ്, കാവേരിയുടെ ഡെറിവേറ്റീവ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് പൂർണ്ണത എത്തിയാൽ അതോടുകൂടി ജെറ്റ് യുദ്ധ വിമാനം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലെത്തും. അത് എത്തട്ടെ എന്നും അതിന് അനുസൃതമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ ഉടൻ തന്നെ സമീപിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.